ഭാരതീയ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും ക്രിസ്തുവിന്റെ ശിഷ്യനുമായ വിശുദ്ധ സെന്റ് തോമസ് ലീഹയുടെ 1953 രക്തസാക്ഷിത്വ ദിനം ഇന്ന്. ഇന്ത്യയിലെ തന്നെ ആദ്യ ക്രൈസ്തവ ദേവാലയം എന്നറിയപ്പെടുന്ന തൃശൂരിലെ പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. ഭക്തിസാന്ദ്രമായി വിശുദ്ധ തോമസ് ലീഹയുടെ ദുഗ്രാന ഊട്ടുതിരുനാൾ രാവിലെ 6:30 റവറൻ ഫാദർ ക്ലിന്റ് പാണങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് ലതീജ് നൊവേന തളിയംകുളങ്കരയിൽ നിന്നും കൊടിയേറ്റ പ്രദക്ഷിണവും നടന്നു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ സന്നിഹിതനായിരുന്നു. ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ ചേർന്ന് നേർച്ച ഊട്ട് ആശീർവാദം നൽകുകയും ഊട്ടുനേർച്ച നൽകി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. തോമസ് ലീഹായുടെ ഭാരത പ്രവേശനം ഒരു സാധ്യത അല്ല, അതൊരു ചരിത്ര സംഭവമാണ്. സെന്റ് തോമസ് 2 തവണയെങ്കിലും ഭാരതം സന്ദർശിച്ചിട്ടുണ്ട്. ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയുടെ അവസാന ഭാഗത്ത് പാർത്തിയൻ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ ഗോണ്ടഫോറസിൻ്റെ കാലത്ത് അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിന് വന്നു. തിരിച്ചുപോയി 2ാമത്തെ വരവിലാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലും കേരളത്തിലും വന്നിട്ടുള്ളത്. ഇതുവരെയുള്ള സഭാ ചരിത്ര രേഖകൾ പ്രകാരം ആദ്യമായി സ്ഥാപിതമായ പള്ളിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് പാലയൂരിലുള്ളത്. ഈ മാസം 12, 13 തീയതികളിൽ നടക്കുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. 10 മണിയുടെ ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2:30 USA ബാൾട്ടിമോർ ഡെഫ് മിനിസ്ട്രിയുടെ അധ്യക്ഷൻ റവറൻ ഫാദർ മൈക്കിൾ ഡെപ്സിക്കിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിധിരർക്കായുള്ള വിശുദ്ധ കുർബാനയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡെഫ് കമ്മ്യൂണിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ നിന്ന് വരുന്ന ഫാദർ മൈക്കിൾ ഡെപ്സിക്കിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്റർനാഷണൽ ഡെഫ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ദിവ്യബലി നടത്തപ്പെടുന്നു. ഇന്ന് 6 വിശുദ്ധ ബലികളാണ് ഈ തീർത്ഥകേന്ദ്രത്തിൽ വന്നെത്തുന്ന 1,00,000-ഓളം വിശ്വാസികൾക്കായിട്ട് ഈ തീർത്ഥകേന്ദ്രത്തിൽ ബലിയർപ്പിക്കപ്പെടുന്നത്. വിവിധ സമയങ്ങളിലായി നടന്ന ദിവ്യബലികൾക്ക് റവറൻ ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം, റവറൻ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര കൂള എന്നിവർ കാർമ്മികത്വം നൽകി. ഏകദേശം 1,00,000-നടുത്ത് ഭക്തജനങ്ങൾ തോമസ് ലീഹയുടെ അനുഗ്രഹത്തിനായും നേർച്ച ഊട്ടിനായും എത്തിച്ചേർന്നു. ഭക്തജനങ്ങൾക്ക് നേർച്ച ഊട്ടും നേർച്ച പായസവും പാഴ്സലായി കൊണ്ടുപോകാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ദൂരദർശൻ ന്യൂസ്, തൃശൂർ.